നാട് മരുഭൂവൽക്കരണത്തിന് ലക്ഷണങ്ങൾ കാട്ടുമ്പോൾ വടക്കുനിന്നു ഹരിത വാർത്ത. ദേശീയപാതയിൽ കിലോമീറ്ററോളം നൂറുകണക്കിന് മരങ്ങൾ നട്ട് മാതൃകയാവുകയാണ് കാസർഗോഡ് ചീമേനിയിൽ അനിൽകുമാർ എന്ന അധ്യാപകൻ. പേതാവൂർ AUP സ്കൂളിലെ ഹരിതസേനയും അദ്ദേഹത്തിന് കൂട്ടായുണ്ട്. കാസർഗോഡ് ചീമേനിയിലെ പേതാവൂർ AUP സ്കൂളിൽ നിന്നാണ് ഈ ഹരിത വിപ്ലവത്തിന്റെ തുടക്കം. അനിൽകുമാർ എന്ന ഈ അധ്യാപകൻ നേതൃത്വം നൽകുന്ന ഹരിതസേനയാണ് 2010-ൽ പേതാവൂർ ചീമേനി റോഡിൽ 4 കിലോമീറ്റർ ദൂരത്തിൽ 400ഓളം മരത്തൈകൾ വെച്ചുപിടിപ്പിച്ചത്. വർഷം 3 പിന്നിടുമ്പോൾ 18 കിലോമീറ്റർ ദൂരത്തിൽ 2300ഓളം മരത്തൈകളായി അത് പെരുകിയിരിക്കുന്നു. കഴിഞ്ഞ 3 വർഷമായി ഈ തൈകൾക്ക് താങ്ങും തണലുമായി അനിൽ മാഷ് സജീവമാണ്. ആഗോളതാപനത്തെ ചെറുക്കുന്നതിന് വേണ്ടി വനവൽക്കരണം തന്നെയാണ് ഏറ്റവും പ്രധാനമായി നാം ചെയ്യേണ്ട കടമ എന്ന തിരിച്ചറിവ് ഈ ഒരു പ്രവർത്തനം ഏറ്റെടുക്കുന്നതിന് വേണ്ടി ഞങ്ങളെ പ്രേരിപ്പിച്ചിട്ടുണ്ട്. ഒഴിവു ദിനങ്ങളായ ശനിയാഴ്ചയും ഞായറാഴ്ചയുമാണ് മരപരിപാലനം നടക്കുക. സ്കൂളിനടുത്ത വീട്ടിൽ നിന്ന് വെള്ളം ശേഖരിക്കും. തുടർന്ന് ലോറിയിൽ മരങ്ങളുടെ അടുത്തേക്ക് 4 മണിക്കൂറെങ്കിലും എടുക്കും ഒരു തവണ മരത്തൈകൾ നനച്ച് പൂർത്തിയാവണമെങ്കിൽ. രാവിലെയും വൈകുന്നേരവുമായി ഇങ്ങനെ 8 മണിക്കൂറോളം ചിലവഴിച്ചാണ് ഈ അധ്യാപകൻ പ്രകൃതിയോടുള്ള തന്റെ കടമ നിർവഹിക്കുന്നത്. വനം വകുപ്പിൽ നിന്നാണ് മരത്തൈകൾ ശേഖരിക്കുന്നത്. സാധാരണഗതിയിൽ മാർച്ച് ഏപ്രിൽ മാസത്തോടെയായിരുന്നു നന തുടങ്ങാറുണ്ടായിരുന്നതെങ്കിൽ വേനൽ കടുത്തതോടെ ഇത്തവണ ജനുവരിയിൽ തന്നെ ഇദ്ദേഹത്തിന് വെള്ളവുമായി തെരുവിലിറങ്ങേണ്ടി വന്നു. കേരളം അനുദിനം മരുഭൂമിയായിക്കൊണ്ടിരിക്കുമ്പോഴും സ്വപ്രയത്നം കൊണ്ട് അതിനെ പ്രതിരോധിക്കുകയാണ് ഇദ്ദേഹം. പ്രകൃതിക്ക് വേണ്ടി സമയവും ആരോഗ്യവും ചിലവഴിക്കാൻ സന്നദ്ധമായാൽ മാത്രമേ ഈ പച്ചപ്പിനെ നമുക്ക് പിടിച്ചു നിർത്താൻ കഴിയൂ എന്നാണ് ഈ അധ്യാപകൻ നൽകുന്ന പാഠം. കാസർഗോഡ് നിന്നും ക്യാമറമാൻ സുബിത്തിനോടൊപ്പം ഇർഷാദ് NP, ഇന്ത്യ വിഷൻ.